പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം നമ്മുടെ വചന വിചിന്തനത്തിനെടുക്കാം. ഈ ദീപികാരുണ്യ ആരാധനയിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ എത്രമാത്രം തീക്ഷ്ണതയോടെ ഈശോയുടെ തിരുപ്പിറവിക്കായി നമ്മൾ ഒരുങ്ങുന്നുണ്ട് എന്നതുകൂടി ഒരു പഠനവിധേയമാക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ്: എന്തെന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ ശക്തിയെയും അത്ഭുതങ്ങളെയും നമുക്ക് ഈ നിമിഷം സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കാം. സർവശുദ്ധനായ ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ എന്നും സത്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 25 നോമ്പിൻ്റെ ഒരുക്കത്തിൽ അസാധ്യമായതൊന്നുമില്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും ബലഹീനതകളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അത്ഭുതാവഹമായ ജനനത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ ഒരു വലിയ സത്യമാണ് മംഗളവാർത്താകാലത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും നമ്മുടെ രക്ഷയുടെയുമൊക്കെ അടിസ്ഥാനം. കന്യക ഗർഭം ധരിക്കുന്നത് അസാധ്യമല്ല. ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നത് അസാധ്യമല്ല. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതും അസാധ്യമല്ല. അത് തിരിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നത് അസാധ്യമല്ല എങ്കിൽ, ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നത് അസാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമായ സ്ഥിതിക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതും അസാധ്യമായ കാര്യമല്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് എന്ന് നാം വിധിയെഴുതിയ കാര്യങ്ങൾ, ബന്ധങ്ങൾ, ശീലങ്ങൾ എന്നിവ ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. ബുദ്ധിവികാരുടെ നാഥ, നിനക്കൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. മറിയത്തിൻ്റെ മറുപടിയാണ്. മറിയം ദൂതൻ്റെ വാക്കുകൾ കേട്ട ശേഷം പറയുന്നൊരു കാര്യമുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവൾ സമ്മതം അറിയിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മാതാവ് നമുക്ക് നൽകുന്ന, മറിയം നൽകുന്ന വലിയൊരു മാതൃകയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ സമ്മതം അറിയിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമല്ലെങ്കിൽ പിന്നെ ആ പദ്ധതിക്ക് പൂർണ്ണമായി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയെന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചു ദൈവഹിതത്തിനായി പൂർണ്ണമായി സ്വയം സമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. അതെവിടേക്കാണ് കുറവുകൾ വരുന്നത്, ആ കുറവുകളെയൊക്കെ നമുക്ക് സമർപ്പിക്കണം. ദൈവത്തിന് അസാധ്യമല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ബലഹീനതകൾ നീങ്ങി നമ്മൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരും ദാനശീലരുമായി മാറാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ പാപകരമായ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരായി ക്രിസ്മസിനൊരുങ്ങാൻ നമുക്ക് ശ്രമിക്കണം. അസാധ്യമെന്ന് തോന്നുന്ന ആത്മീയ വളർച്ച ഈശോയുടെ കൃപയാൽ നമുക്ക് സാധ്യമാകും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ ആത്മീയ വളർച്ച ഈശോയുടെ കൃപയാൽ സാധ്യമാകും. നമ്മുടെ ക്രിസ്മസിന് ഒരുക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് കാലം അല്ല, ക്രിസ്മസിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നീ കാത്തിരിക്കണം. ഈ 25 ദിവസത്തിനുള്ളിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കാത്തിരിക്കണം. പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം കൈയാളിച്ചതുപോലെ, സ്വയം വിട്ടുകൊടുത്തതുപോലെ നിനക്ക് നിൻ്റെ ജീവിതത്തെ ഇന്ന് തമ്പുരാന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ
ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി കാത്തിരുന്നാൽ അതിന് ഫലമുണ്ടാവും. ഈ 25 ദിവസത്തിനുള്ളിൽ നിൻ്റെ വ്യക്തിജീവിതത്തിൽ തമ്പുരാൻ അത്ഭുതം തന്നിരിക്കും. ക്രിസ്മസ് കാലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിൻ്റെ ജനനം അസാധ്യമായത് സാധ്യമാക്കിയതിൻ്റെ ഉദാഹരണമാണ്. ഈശോയുടെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുവെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥനയെ നിയോഗങ്ങളുണ്ടല്ലോ. ആ നിയോഗങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കാൻ ഒരു സാഹചര്യം ഈശോയ്ക്ക് മുമ്പിൽ നിന്ന് സമർപ്പിച്ചേ. ഈശോയ്ക്ക് മുമ്പിൽ നിന്ന് സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കേണ്ട ഒരു സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഒന്നും സമർപ്പിച്ചേ. ഈശോയെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്ന് ഏറ്റവും അറിയാന്നിട്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എന്ത് നിയോഗമാണോ അത് അത്ഭുതം സംഭവിക്കേണ്ട നിയോഗം തമ്പുരാനെ സമർപ്പിക്കാം. ഈശോയെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തിയെ നാം തിരിച്ചറിയണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധ്യമായ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ഈശ്വരമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സാധ്യമായ എല്ലാ നിയോഗങ്ങളും വെക്കും. നമുക്ക് സാധ്യമായ എല്ലാ നിയോഗങ്ങളും വെക്കുമ്പോൾ അത് അസാധ്യമാണ്, നമുക്ക് അസാധ്യമാണ്. ആ നിയോഗങ്ങളെല്ലാം നമുക്ക് അസാധ്യമായ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിച്ചാൽ അതെല്ലാം സാധ്യമാക്കി തരും. ആകെ നമുക്ക് സാധ്യമായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യമൊന്നും നമുക്ക് സാധ്യമായിട്ടുള്ളതല്ല, അസാധ്യമായത്. അതുകൊണ്ടാണ് നമ്മൾ നിയോഗം വയ്ക്കുക. ഈശോയെ, മാറാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നവരുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗം ഭേദമാക്കാൻ കഴിയില്ലെന്ന് വിധിയെഴുതിയ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈശോയെ, അത്ഭുതം പ്രവർത്തിക്കണമേ. തകർന്ന ബന്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ജോലിയില്ലായ്മ തുടങ്ങിയ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പരിശ്രമിക്കുന്നവരായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈശോയെ, അത്ഭുതം പ്രവർത്തിക്കണമേ. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൽ നോമ്പും പ്രാർത്ഥനയും വഴി വലിയ ആത്മീയ ഫലങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈശോയെ, അത്ഭുതം പ്രവർത്തിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ അസാധ്യമായ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രിയ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ അവിടുത്തെ അത്ഭുതകരമായ ജനനത്തിനായി നമുക്കൊരുങ്ങാം. സമാധാനത്തോടെ ആയിരിക്കാം. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.